ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയും അല്പസമയത്തിനകം തന്നെ കോടതി പരിഗണിക്കും. അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസ് വഴി എടുക്കുവാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിക്കും. തീർച്ചയായും പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ എതിർക്കുകയും ചെയ്യും. പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും കസ്റ്റഡി അപേക്ഷയാണ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ഇന്ന് ജാമ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കസ്റ്റഡി അപേക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റഡി അപേക്ഷയിലുള്ള ഒരു തീരുമാനമുണ്ടാകുക, അതിനുശേഷം പിന്നീട് ഈ ജാമ്യത്തിനായി നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാവും ഇപ്പോൾ എന്തായാലും രാഹുലിൻ്റെ അഭിഭാഷകൻ ശ്രമിക്കുക. അതിനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇനി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ രഹസ്യമൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല രാഹുലിനെ ഈ ഹോട്ടലിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്തതിനു ശേഷം അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. ഈ ഫോൺ ഉൾപ്പെടെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാലാണ് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും അത്ര 7 ദിവസത്തേക്ക് കിട്ടുമോ എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കൊടുക്കാനായിരിക്കും തീരുമാനിക്കുക. എന്തായാലും അത് അല്പസമയത്ത് തന്നെ അറിയാം എത്ര ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലേക്ക് വന്നപ്പോഴും അതിൽ ഒരു ജാമ്യം എന്നതിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കസ്റ്റഡി അപേക്ഷ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കസ്റ്റഡി ലഭിച്ച് അത്തരം നടപടികളിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ കൂടുതൽ കണ്ടെത്തലുകളാണ് രാഹുലിൻ്റെ ഭാഗത്ത് അന്വേഷണ സംഘം ഉള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനുശേഷം അതനുസരിച്ച് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ളൊരു കാര്യമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഈ നിയമവ്യവസ്ഥയോട് വലിയ കൂറ് പുലർത്തുന്ന ആളാണ്. നേരത്തെ കേസുകളിൽ വരുന്ന സമയത്തൊക്കെ താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു നടപടികളിൽ അവരുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടുള്ള ആളാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതുമാത്രമല്ല ഇത് തനിക്കെതിരായിട്ടുള്ള ഒരു കേസ് പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം രാഹുൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ബലാത്സംഗമല്ല, കാരണം ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഈ യുവതിയുമായിട്ടും ഉണ്ടായിട്ടുള്ളത്. യുവതി വിവാഹിതയാണെന്നുള്ള വിവരം തനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിനുശേഷം വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവരുമായിട്ടുള്ള ബന്ധം കോണ്ടാക്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ബലാത്സംഗമല്ല നടന്നിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി രാഹുൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ പരാതിക്കാരിയാണ്. അങ്ങനെ പരാതിക്കാരി ഈ റൂം ബുക്ക് ചെയ്തതിന് ശേഷം തന്നെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, താൻ അവിടെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആണ് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഹുലിനെ 1-2 ദിവസത്തേക്കൊക്കെ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ കസ്റ്റഡിയിൽ വിടും, ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കും, ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രാഹുലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു നിലപാട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. കാരണം ആദ്യ 2 കേസുകളിലും വലിയ തരത്തിൽ കോടതിയിൽ പലപ്പോഴും ഈ ഒരു മുൻകൂർ ജാമ്യം രാഹുലിന് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പഴുതടച്ചുള്ള ഒരു തെളിവുകളും കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയില്ലേ സിജോ? അതെ, അതിനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നീട് റിമാൻഡിലാകെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവർ തമ്മിൽ ഈ അതിജീവിതയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റ് വിവരങ്ങൾ നൽകിയിരുന്നതാണ്. അതൊരു സുപ്രധാനമായ തെളിവാണ്. കാരണം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത് മാത്രമല്ല അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന നടപടികളിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം തെളിവുകളൊക്കെ ഈ ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി കോടതി തന്നെ വിലയിരുത്താൻ. കാരണം ഈ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കുന്നത് അതിജീവിതയ്ക്ക് തന്നെ സുരക്ഷയ്ക്ക് പ്രശ്നമാണെന്നുള്ള കാര്യം സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോടതി നടപടികളുടെ ഭാഗമായിട്ടുള്ള
കാര്യങ്ങളാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ യുവതി അതിജീവതിയെ ബലാത്സംഗം ചെയ്തിട്ടിരിക്കുന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ, ഈ അതിജീവതയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഈ ഫോൺ പിടിച്ചെടുത്ത് ആ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സുപ്രധാനമായ ചില വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കാനുണ്ട്. അത്തരം നടപടികളിലേക്കാണ് പോകുന്നത്. ഇതിൽ പ്രാഥമികമായി കളക്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുക. കാരണം നിലവിൽ MLA ആണ്, അതോടൊപ്പം തന്നെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വലിയ തരത്തിലുള്ള ബന്ധമുള്ള ആളാണെന്നുള്ളത് സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കും. ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. മാത്രമല്ല ആദ്യ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആഴ്ചകളോളം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ പറയുന്ന ഒളിവിലല്ല എന്ന് പറയുമെങ്കിൽ പോലും നമുക്കറിയാം അങ്ങനെ ഒളിവിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു തരത്തിലും അന്വേഷണവുമായി ആ ഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല. ഇന്നലെ ഈ കേസിൽ അറസ്റ്റിനായതിനു ശേഷവും ഈ ചോദ്യം ചെയ്യലിൽ ഒട്ടും സഹകരണം രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എന്തായാലും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിജീവിത ഇമെയിലായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. അതിനുശേഷം ഇവരിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. രഹസ്യമൊഴി സാധാരണ രീതിയിൽ നമ്മൾ മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കുക, മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതിയിൽ ഹാജരായാണ് രഹസ്യമൊഴി എടുക്കുക. പക്ഷേ ഇവർ വിദേശത്താണ് എന്നുള്ളതുകൊണ്ട് നേരിട്ട് വരുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ നിലനിൽക്കുന്നതിനാൽ അവർ വീഡിയോ കോൺഫറൻസ് വഴി തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള നടപടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷകൾക്ക് പരിഗണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ രഹസ്യമൊഴി സംബന്ധിച്ച വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിലേക്കും സ്വാഭാവികമായും കോടതി കടക്കും. ഇന്നല്ലെങ്കിൽ നാളെയായി ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അപ്പോൾ ആ മൊഴി കൂടെ രേഖപ്പെടുത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അതിനനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം.